ഹായ് ഡിയേഴ്സ്, ഞാനിന്ന് ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചുരിദാറിനൊക്കെ വി നെക്ക് വെക്കുമ്പോഴത്തേക്കും വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ലേസ് വർക്കാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ലേസ് വർക്കൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ സ്റ്റോൺ വർക്കൊക്കെ ഉള്ളത് നമുക്ക് വി നെക്കിൽ വെക്കാൻ വളരെ പാടാണ്. സ്റ്റോൺ വർക്കുള്ള ഒരു ലേസാണ് വെക്കാൻ നോക്കുന്നത്. പക്ഷേ അത് നമുക്ക് ഒറ്റ പീസിൽ തന്നെ അത് വെച്ചെടുക്കാനായിട്ട് കഴിയില്ല. മടക്കി അടിക്കാനും നമുക്ക് ഇതിൽ കഴിയില്ല, കാരണം ഇത് ഒട്ടിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിന് എന്താണ് ഒരു പോംവഴിയെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു വഴി കിട്ടിയത്. അപ്പം ഞാനത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണേ. അപ്പം നമുക്ക് നോക്കാവേ. ഇതുപോലെ സ്റ്റോൺ വർക്ക് വരുന്ന ലേസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വീതി എത്രയാണെന്ന് നോക്കുക. ആ വീതിയുടെ അനുസരിച്ച് വേണം നമുക്ക് നീളം വെട്ടിയെടുക്കാനായിട്ട്. ഞാൻ നോക്കിക്കേ, ഇതിൽ 2 പീസ് വരുന്ന ടൈപ്പിലാണ് സ്റ്റോൺ ഉള്ളത്. അപ്പം ഞാൻ അതിൻ്റെ വീതി 2 പീസിൽ തന്നെയാണ് വെട്ടിയെടുക്കുന്നത്. അതായത് ഇതിൽ 4 സ്റ്റോൺ വരുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ 4 സ്റ്റോൺ കിട്ടും. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇതിൽ വെക്കുന്നത് 2 ലെയർ വരുന്നതാണ്. ഇതുപോലെ 4 ലെയർ വരുന്നതും ഉണ്ട്. 4 ലെയർ വരുന്നതാണെങ്കിൽ ആ 4 ലെയറിൻ്റെ വീതിക്കനുസരിച്ച് വേണം നമുക്ക് വീതി വെട്ടിയെടുക്കാനായിട്ട്. അതായത് ഇപ്പം 2 വെച്ചാണ് വെട്ടിയെങ്കിൽ 4 ലെയർ വരുന്നതിൽ 4 സ്റ്റോൺ വെച്ച് വരുന്നത് വെട്ടിയെടുക്കണം. മനസ്സിലായോ? ഇനി നമുക്ക് ആ വെട്ടിയെടുത്ത പീസിന് ഒന്ന് ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഫാബ്രിക് ഗ്ലൂ വെച്ചാണ് ഞാനിതിപ്പം ഒട്ടിക്കുന്നത്. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെട്ടിയെടുത്ത പോർഷൻ ചതുരത്തിലാണല്ലേ, ആ ചതുരത്തിലുള്ള ഭാഗം അതുപോലെ ഒട്ടിക്കാതെ വി നെക്കിൻ്റെ എൻഡ് പോർഷനിൽ ഇതുപോലെ കോൺ ടൈപ്പിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ഇതുപോലെ കോണായിട്ട് വേണം നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് വി നെക്കിൻ്റെ അപ്പുറം ഇപ്പുറം വെക്കാനായിട്ടുള്ള സ്റ്റോണും കൂടെ വെട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മെഷർ ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമുക്ക് വെക്കേണ്ട ഭാഗം എവിടെയാണെന്ന് വെച്ചാൽ അവിടം വരെ നമുക്കിതൊന്ന് അളന്നെടുത്ത് വെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ആ ഭാഗം അളന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെട്ടിയെടുത്ത ഭാഗം നെക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതൊന്ന് ഗം ചെയ്ത് ഒട്ടിക്കാം. ഇതുപോലെ നമ്മൾ താഴെ വെച്ച് കൊടുത്തിരിക്കുന്ന ആ ചെറിയൊരു സ്ക്വയർ ഷേപ്പിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് വേണം നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പം എൻഡ് പോയിൻറ്റിൻ്റെ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുക. ഈ ഒരു പോർഷനിൽ മുഴുവനും ഗം തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറുഭാഗവും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളിത് ഒട്ടിച്ചെടുത്തിരിക്കുന്നതെന്ന്. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.